അച്ഛാമാരെ ഇന്നത്തെ വീഡിയോയിൽ കശ്മീർ വരുന്നവർക്കായിട്ട് ശ്രീനഗർ എങ്ങനെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പലരും കശ്മീരിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീനഗറിനെ പറ്റിയിട്ട് കറങ്ങാനുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശ്രീനഗർ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ നോർമൽ ടൂർ ഐറ്റിനറിയിലൊക്കെ ശ്രീനഗർ ഒറ്റ ദിവസത്തെ ടൂർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ ശരിക്കും കറങ്ങുകയാണെങ്കിൽ ശ്രീനഗർ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, അങ്ങനെ ശ്രീനഗർ കാണാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ശ്രീനഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് എവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ശ്രീനഗർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുള്ള് കാണുന്നതിലേ കൂടി നിങ്ങൾക്കൊരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ശ്രീനഗർ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വെറുപ്പിക്കാണ്ട് നമുക്ക് നേരെ ഡീറ്റെയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പറയുന്നത് രാത്രി നമ്മൾ ശ്രീനഗർ എത്തും. ശ്രീനഗർ രാവിലെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലാണ് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ശ്രീനഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ശ്രീനഗർ എന്ന് പറയുന്നത് ഡാൽ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ടാവും. ആ ലേക്കിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസും നമ്മുടെ ശ്രീനഗറിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സാധാരണ നോർമൽ ടൂർ ഐറ്റിനറിയിലൊക്കെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം റൂമിൽ നിന്ന് വണ്ടി വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യും. പിക്കപ്പ് ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ഹസ്രത്ത് ബാൽ പള്ളിയിലേക്കായിരിക്കും. ഹസ്രത്ത് ബാൽ പള്ളീനെ പറ്റി പറയാനാണെങ്കിൽ കശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കശ്മീരിൽ നിന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന ഒരു പള്ളിയാണ് ഹസ്രത്ത് ബാൽ പള്ളി. അതായത് നമ്മൾ മുസ്ലിം മതവിശ്വാസ പ്രകാരം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പള്ളി കാണാം. പള്ളീൻ്റെ ബേക്കിൽ ചാർച്ചിനാർ ഐലൻഡ് ഉണ്ട്. ഹസ്രത്ത് ബാൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ബോട്ടും കാര്യങ്ങളൊക്കെ 100 രൂപ കൊടുത്തിട്ട് ആ ഒരു ഐലൻഡിലേക്ക് പോവുക. മാത്രമല്ല ഹസ്രത്ത് ബാലിൻ്റെ സൈഡിൽ തന്നെയായിട്ട് നല്ല അടിപൊളി മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അവിടെ നല്ല വിവിധതരം ടേസ്റ്റി സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചറും കാര്യങ്ങളും ഹാൻഡിക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഹസ്രത്ത് ബാൽ കണ്ടതിന് ശേഷം ആ ഒരു റോഡ് നേരെ പോയിക്കാൻ നമുക്ക് കശ്മീരിലുള്ള ഫേമസ് ആയിട്ടുള്ള മുഗൾ ഗാർഡൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുഗൾ ഗാർഡൻസിൽ 3 ഗാർഡൻസ് ഉണ്ട്. ഒന്ന് നിഷാദ് ബാഗ്, ഷാലിമാർ ബാഗ്, ഹാർവൺ. ഈ 3 ഗാർഡനും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ആ ഗാർഡൻസിൽ നമുക്ക് കശ്മീരിൻ്റെ ശരിക്കുള്ള ഭംഗിയും ആ ഒരു മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഏപ്രിൽ ആ ഒരു ടൈമൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല തുലിപ്പ് ഗാർഡനും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകേണ്ടതാണ് അതിൻ്റെ തൊട്ട് പുറകെ തന്നെയായിട്ട് പരീമഹൽ എന്ന് പറയുന്ന ഒരു കിടിലൻ സ്ഥലമുണ്ട്. പരീമഹൽ അതായത് ഗാർഡൻസിൻ്റെ നേരെ മുകളിലാണ് വരുന്നത്, മൗണ്ടൈൻ്റെ മിഡിലായിട്ട് വരും. ആ ഒരു പരീമഹലിൽ പോയിക്കാൻ നമുക്ക് ശ്രീനഗറിൻ്റെ 360 വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പരീമഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടയാണ്. ആ ഒരു കോട്ട കണ്ടതിന് ശേഷം അവിടുന്ന് നമ്മൾ നേരെ ആ കുന്നിറങ്ങിയിട്ട് പിന്നെ പോകുന്നതാണ് ഡാൽ ലേക്ക്. ഡാൽ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ സമയമാണ്. ആ ഒരു സൺസെറ്റ് സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സാധാരണ നോർമലി ഷിക്കാര റൈഡ് എന്ന് പറയുന്നത് 1 ഹവറാണ്. പക്ഷേങ്കിൽ നമ്മൾ ഡാൽ ലേക്കിൽ തന്നെ 3 ലേക്ക് വരുന്നുണ്ട്. ഒന്ന് സാധാ നോർമൽ ഡാൽ ലേക്ക്, പിന്നെ വരുന്നത് ഗോൾഡൻ ലേക്ക്, പിന്നെ വരുന്നതാണ് നിഗിൻ ലേക്ക്. അപ്പോൾ ഈ 3 ലേക്കും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിക്കാര ചെയ്യുമ്പോൾ ഷിക്കാരക്കാരനോട് പറയുക. എന്നിട്ട് ഈ ഒരു 3 ലേക്കിൽ ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഷിക്കാരക്കാരൻ പറഞ്ഞിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡാൽ ലേക്ക് ചുറ്റിക്കുന്നതായിരിക്കും. അതിന് മീന ബസാർ കാണാനുണ്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാനുണ്ട്, ഫ്ലോട്ടിംഗ് വെജിറ്റബിൾ ഗാർഡൻ കാണാനുണ്ട്. അതൊക്കെ നിങ്ങൾ കറങ്ങുമ്പോൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ല കാശ്മീരിൻ്റെ ട്രഡീഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പണ്ട് മുതൽ കാശ്മീരിൽ വെജിറ്റബിൾ മാർക്കറ്റൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വെജിറ്റബിൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ രാവിലെ 5 മണി മുതൽ 6 മണി വരെ ഷിക്കാര നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. ഇനി രണ്ടാമത്തെ ദിവസം നമ്മൾ കറങ്ങുന്നുണ്ടെങ്കിൽ വേറെയും ഒരുപാട് സ്ഥലങ്ങൾ കാശ്മീർ കാണാനുണ്ട്. അതായത് നിങ്ങൾ പാരാഗ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അസ്ഥാൻമാർക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ ഉണ്ട്. അത് നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ്. ട്രക്ക് ചെയ്ത് തന്നാലും ശ്രീനഗറിൻ്റെ കംപ്ലീറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നതാണ് ബദാം വാരി പാർക്ക്. അതൊരു അടിപൊളി പാർക്കാണ്. ബദാമിൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ പാർക്കാണ്. പക്ഷേ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്കാണ് ബദാം വാരി. ബദാം വാരി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഹരിപർവ്വത് എന്ന് പറയുന്ന അക്ബർ ഫോർട്ട് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അതും വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശ്രീനഗറിൽ കാണാനുള്ളത്. ഇനി നമ്മൾ പള്ളീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പള്ളിയുണ്ട്. കശ്മീരിൻ്റെ കാര്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു 2-3 കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ 10-15 പള്ളികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള പള്ളികളെ കാര്യമാണ് ഞാൻ അടുത്തത് പറയുന്നത്. പള്ളികൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഹസ്രത്ത് ബാൽ ഹസ്രത്ത് ബാൽ കഴിഞ്ഞിട്ട് വരുന്നതാണ് ജാമിയ മസ്ജിദ്. ജാമിയ മസ്ജിദ് കഴിഞ്ഞിട്ട് നല്ല പ്രാവുകളൊക്കെ പറക്കുന്ന ഫിലിമിലൊക്കെ കാണുന്ന ഖങ്കായ് മൗല കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദസ്തക്കീർ സാഹിബ് മസ്ജിദ്. വേറെയും ഒരുപാട് പള്ളിയുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും.
പിന്നെ വരുന്നതാണ് നമ്മുടെ പർച്ചേസിൻ്റെ കാര്യം. പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിൻ്ററിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ട് സൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, റെയിൻ സീസണിൽ വരുന്നുണ്ടെങ്കിൽ റെയിൻ ജാക്കറ്റും കാര്യങ്ങളും, ഇനി സമ്മറിൽ വരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടീഷർട്ടും പാൻറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയിട്ട് കാശ്മീരിലെ എവിടെ നിന്നാണ് നമുക്ക് ബെസ്റ്റ് ആൻഡ് ചീപ്പായിട്ട് കിട്ടുന്ന മാർക്കറ്റുണ്ട്, നല്ല ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റുണ്ട്. മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കാശ്മീരിൽ 3 ഫേമസ് മാർക്കറ്റാണുള്ളത്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ലാൽ ചൗക്ക് എന്ന് പറയും. ലാൽ ചൗക്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും റേറ്റ് കുറവില്ല, അതായത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും, അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാ ഐറ്റംസും കിട്ടും. ആ ഒരു ലാൽ ചൗക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേസിൽ നമുക്കവിടെ സൺഡേ മാർക്കറ്റും കിട്ടുന്നതാണ്. സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3-4 കിലോമീറ്ററോളം ഫുട്പാത്ത് കച്ചവടമായിട്ട് എല്ലാ ഐറ്റംസും വിൽക്കും. കാശ്മീരിലുള്ള 4 ഭാഗത്തുള്ള ആൾക്കാരും ഒരു സൺഡേ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ഫേമസ് മാർക്കറ്റാണ്, അതായത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന മാർക്കറ്റാണ് ബട്ടുമാളു എന്ന് പറയും. ശ്രീനഗറിൽ നിന്നും വെറും 2-3 കിലോമീറ്റർ മാറിക്കാൻ ബട്ട്മാളു മാർക്കറ്റ് എത്താൻ പറ്റും. ആ ഒരു ബട്ട്മാളു മാർക്കറ്റും നിങ്ങളും മനസ്സിലുണ്ടാവുക. പിന്നെ മൂന്നാമത്തെ മാർക്കറ്റാണ് ശ്രീനഗർ സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മംത ചോക്കും, അതുപോലെ തന്നെ ടൂറിസ്റ്റ് സെൻറ്ററിന് അടുത്തായിട്ടുള്ള ശ്രീനഗർ ലോക്കൽ മാർക്കറ്റും. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. മൂന്നാമത്തെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ശ്രീനഗറിൽ ഫേമസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്നുള്ളതാണ്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാശ്മീരിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് കയാം ചൗക്കാണ്. കയാം ചൗക്കിൽ നിങ്ങൾ രാത്രി പോവുകയാണെങ്കിൽ വെറൈറ്റി കബാബും തുജ്ജും കാര്യങ്ങളും, കാശ്മീരിൽ എന്തൊക്കെ ഫേമസ് ആയിട്ട് ഫുഡുണ്ടോ അതൊക്കെ നമുക്ക് കയാം ചൗക്കിൽ കിട്ടുന്നതായിരിക്കും. കയാം ചൗക്കിൽ നമ്മൾ പോവുക, അവിടുന്ന് ബാർബിക്യൂ, അതുപോലെ തന്നെ തുജ്ജ് കബാബ് കാര്യങ്ങളും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കയാം ചൗക്കിൻ്റെ രണ്ടാമത്തെ ഫേമസ് ആയിട്ടാണ് കാശ്മീരിലുള്ള കാശ്മീരി പുലാവ് എന്ന് പറയും. കാശ്മീരി പുലാവ് നിങ്ങൾക്ക് ഫേമസ് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കാശ്മീരിലത്തെ പുരാതനമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലാണ് ലാൽ ചൗക്കിലുള്ള മുഗൾ ദർബാർ. മുഗൾ ദർബാറിലാണ് കാശ്മീരി പുലാവ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ അധികവും കൂടുതൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മുഗൾ ദർബാറിൽ പോയിട്ടാണ് കാശ്മീരി പുലാവ് കഴിക്കാറുള്ളത്. രണ്ടാമത്തെ ഫേമസ് ഫുഡാണ് കാശ്മീരിലത്തെ കാശ്മീരി വസ്വാൻ എന്ന് പറയും. വസ്വാൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടതെന്ന് എല്ലാവർക്കും ചോദ്യം ഉണ്ടാവും. ഏറ്റവും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത് ലാൽ ചൗക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അഹദൂസ് എന്ന് പറയുന്ന ഹോട്ടലാണ്. അഹദൂസ് ഹോട്ടലിൽ പോയിട്ട് ആ ഒരു വസ്വാനും ട്രൈ ചെയ്യുക. അതായത് കാശ്മീരിൽ ഫേമസ് ആയിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിലത്തെ മട്ടൻ ബിരിയാണി, അതുപോലെ തന്നെ റോഗൻ ഗോഷ് എന്നൊക്കെ പറയുന്ന നല്ല മട്ടനെ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് ഫേമസ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഡാൽ ലേക്കിന് സൈഡിൽ തന്നെ ആയിട്ടുള്ളത് സ്റ്റീം എന്ന് പറയുന്ന ഹോട്ടലാണ്. അവിടെ പോയിക്കാൻ നല്ല മട്ടൻ ബിരിയാണി, രോഗൻ ജോഷും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് ഇനി റേറ്റ് കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കയാം ചൗക്കിൽ പോയിട്ട് അവിടെയുള്ള സ്ട്രീറ്റ് ഫുഡിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ശ്രീനഗർ വന്നിട്ട് നിങ്ങൾ റൂമിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രീനഗറിൽ ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 3 ബെസ്റ്റ് ലൊക്കേഷനാണ്. അതിൽ ഫസ്റ്റ് ലൊക്കേഷൻ ഡാൽ ലേക്ക് തന്നെയാണ്. ഡാൽ ലേക്കിൻ്റെ ഗേറ്റ് നമ്പർ 1, 2, 3, 4, അതുപോലെ തന്നെ 15 ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഗേറ്റ് നമ്പർ 15 നല്ല സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും കിട്ടും. നല്ല ലൈറ്റും കാര്യങ്ങളും ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത് അവർ രാത്രി കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഫുട്പാത്തിലേക്ക് കൂടി നടന്നു പോകുന്നുണ്ടാവും. ആ ഒരു എൻജോയ്മെൻറ്റ് നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് ഒന്ന് ഡാൽ ലേക്കിൽ തന്നെ കിട്ടുന്നതാണ്. രണ്ടാമത്തെ നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് സീറോ ബ്രിഡ്ജ് എന്ന് പറയും. ശ്രീനഗറിലെ സീറോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മരത്തിനെ കൊണ്ട് നിർമ്മിച്ച ഒരു പാലാണ്. അതിൻ്റെ മുകളിൽ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ റിലാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീരിലുള്ള ലോക്കൽസും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലമാണ് സീറോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആ ഒരു സീറോ ബ്രിഡ്ജിൽ നിങ്ങൾക്ക് പോയിട്ട് നൈറ്റ് ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത സ്ഥലം വരുന്നതാണ് രാജ്ബാഗ്. രാജ്ബാഗിൽ പോയി കഴിഞ്ഞാൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ട്രീറ്റും അതുപോലെ തന്നെ സൈഡിലേക്ക് കൂടി ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് റിലാക്സ് ചെയ്ത് നടക്കാനും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് രാജ്ബാഗ്. ആ ഒരു സൈഡിലേക്ക് കൂടി ജഹലേനിയം നദി ഒഴുകുന്നുണ്ടാവും. സൈഡിൽ ഒരുപാട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനഗറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്. ഇതിൽ കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. താലിനാൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ശ്രീനഗറിൽ നിങ്ങൾക്ക് വന്നിട്ട് അടിപൊളി പാക്കേജും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാശ്മീരിൽ വെച്ചിട്ട് തന്നെയാണ്. ശ്രീനഗറിലുള്ള ചിന്നാർ പാർക്കിലാണ് വെച്ചിട്ടാണ്. അതാ ചിന്നാറിൻ്റെ മരങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഓട്ടം സീസണാണ്, ഇനി വിൻ്ററാണ് വരാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷനും അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ടുള്ള നൊമാഡിക് ട്രാവലർ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ട്രാവൽ റിലേറ്റഡ് ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.